നമസ്കാരം. കെയറിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്രൂവ്മെൻ്റ് അതുപോലെ സപ്ലിമെൻ്ററി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ദയവായി വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ആദ്യം തന്നെ കെയറിപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് വരിക. അതിനുശേഷം സ്റ്റുഡൻറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ PRN നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ട് സ്റ്റുഡൻറ്റ് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ദയവായി ശ്രദ്ധിക്കുക, ഒരു വിദ്യാർത്ഥിക്ക് ഒരപേക്ഷ മാത്രമാണ് സമർപ്പിക്കാൻ വേണ്ടി കഴിയുന്നത്. സപ്ലിമെൻ്ററി ആയാലും ഇംപ്രൂവ്മെൻ്റ് ആയാലും എല്ലാം രണ്ടും കൂടെ ചേർത്തിട്ടായാലും ഒരപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ദയവായി വീഡിയോ മുഴുവനായും കാണുക. പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് മാത്രമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, സപ്ലിമെൻ്ററി മാത്രമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, രണ്ടും കൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഈ 3 തരത്തിലുള്ള അപേക്ഷകൾ എങ്ങനെ സമർപ്പിക്കണം എന്നുള്ളത് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം അവരവരുടെ അപേക്ഷ സമർപ്പിക്കുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. ഇതിൽ 2 ഓപ്ഷനുകളാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. എക്സാം ഫോം സബ്മിഷൻ എന്ന് പറയുന്നിട്ടുള്ള ഓപ്ഷനും അതുപോലെ അപ്ലൈ ഫോർ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും. ഇതിൽ സപ്ലിമെൻ്ററിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം ഫോം സബ്മിഷൻ എന്ന് പറയുന്ന മെനുവും അതുപോലെ ഇംപ്രൂവ്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ഫോർ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ആദ്യം തന്നെ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന അപ്ലൈ ഫോർ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2ാമത്തെ സെമിസ്റ്ററിൽ ഏത് പ്രോഗ്രാമിലാണോ പഠിച്ചിരുന്നത് ആ പ്രോഗ്രാമിൻ്റെ പേര് ഇവിടെ കാണാവുന്നതാണ്. പ്രോഗ്രാമിൻ്റെ പേര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ സെമിസ്റ്ററിൽ പാസ്സായ വിഷയങ്ങൾ ഇതുപോലെ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതിൽ ഏതൊക്കെ പേപ്പറുകളാണോ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അത് ഇതുപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ജനറേറ്റ്/അപ്ഡേറ്റ് ഫോം എന്ന ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് ഫോം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവുക. ഇവിടെ എക്സാം ഫോം ഫോർ സബ്മിഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഒന്നുകൂടി നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് ഇവിടെ കാണിക്കും. അതിനുശേഷം പ്രോഗ്രാമിൻ്റെ പേര് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി നേരത്തെ ഏതൊക്കെ പേപ്പറുകളാണോ സെലക്ട് ചെയ്തത് ആ പേപ്പറുകൾ ഒന്നുകൂടെ ഈ പേജിൽ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പേ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. പേ നൗ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഏത് മെത്തേഡാണോ ഉപയോഗിക്കുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട്, അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ്, ആ ഡീറ്റെയിൽസ് നൽകി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ ID കൊടുക്കുക. ഈ 2 ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പേയ്മെൻറ്റ് ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ ഇമെയിൽ ID കൊടുക്കുകയാണെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ നിങ്ങളുടെ ചെയ്യുന്നതും ഇമെയിൽ റെസ്പോൺസ് ആയിട്ട് സക്സസ് ആണോ ഫെയിൽഡ് ആണോ എന്നുള്ള ഇമെയിൽ റെസ്പോൺസ് നിങ്ങളുടെ മെയിലുകളിലേക്ക് വരുന്നതായിരിക്കും. ദയവേത് മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ ID കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായി സപ്ലിമെൻ്ററി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. അതിനു വേണ്ടിയിട്ട് എക്സാം ഫോം സബ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെനുവിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കും നിങ്ങൾ പേജ് വരുന്നുണ്ടാവുക. ഇവിടെ എക്സാം ഫോം ഫോർ സബ്മിഷൻ ക്ലിക്ക് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ ഏതാണോ സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിച്ചിരുന്ന പ്രോഗ്രാമിൻ്റെ പേര് ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള സപ്ലിമെൻ്ററി പേപ്പർ ഏതാണോ ആ പേപ്പർ ഇവിടെ കാണിക്കും. ഫെയിൽ ആയിട്ടുള്ള ആ പേപ്പർ ഇവിടെ കാണിക്കും. ഇവിടെ സെലക്ട് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. പേ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. പേ നൗ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ക്രെഡിറ്റ് കാർഡാണോ ഡെബിറ്റ് കാർഡാണോ, മെത്തേഡ് ചൂസ് ചെയ്യുക. കാർഡിൻ്റെ വിവരങ്ങൾ നൽകുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ ID നിർബന്ധമായിട്ടും കൊടുക്കുക. നിങ്ങൾ ഏത് ഇമെയിൽ IDയിലേക്കാണോ നിങ്ങളിവിടെ കൊടുക്കുന്നത് ആ ഇമെയിൽ IDയിലേക്കായിരിക്കും പേയ്മെൻറ്റ് റെസ്പോൺസ് വരുന്നുണ്ടാവുക. ഒരു പേയ്മെൻറ്റ് ഫെയിൽഡ് ആണോ സക്സസ് ആണോ എന്നുള്ള റെസ്പോൺസ് മെയിൽ IDയിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ദയവേത് നിർബന്ധമായിട്ടും ഇമെയിൽ ID കൊടുക്കുക.
ഇമെയിൽ ഐ ഡി കൊടുത്ത് മറ്റുള്ള വിവരങ്ങളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം പേ നൗ എന്നിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് അതുപോലെ സപ്ലിമെൻ്ററി ഒരുമിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം 2 ഓപ്ഷനുകൾ ഉപയോഗിച്ചിട്ടും നമുക്കിത് ചെയ്യാം. അപ്പോൾ ആദ്യം എക്സാം ഫോം സബ്മിഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. എക്സാം ഫോം സബ്മിഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സാം ഫോം സബ്മിഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്മിറ്റഡ് എക്സാം ഫോംസിലാണ് ആദ്യം വരിക. ഇതിൽ നിന്നും എക്സാം ഫോം സബ്മിഷൻ എടുക്കുക. നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സപ്ലിമെൻ്ററി പേപ്പർ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എഴുതി കാണിക്കും യു ആർ എലിജിബിൾ ഫോർ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എന്ന്. അതിനുശേഷം ഇവിടെ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം അപ്ലൈ ഫോർ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള മെനു നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് ലഭ്യമായിട്ടുള്ള പേപ്പറുകൾ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്നും ഞാനിപ്പോൾ 2 പേപ്പറുകൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് താഴെ ജനറേറ്റ്/അപ്ഡേറ്റ് ഫോം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും എക്സാം ഫോം സബ്മിഷൻ പേജിലേക്ക് തന്നെയാണ് വരിക. ഇവിടെ ഒന്നുകൂടെ എക്സാം ഫോം ഫോർ സബ്മിഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റിൽ ഏതൊക്കെ പേപ്പറുകളാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ പേപ്പർ അതിൻ്റെ കൂടെ തന്നെ സപ്ലിമെൻ്ററി പേപ്പർ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ സപ്ലിമെൻ്ററി പേപ്പർ അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പേപ്പർ രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. പേ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകുന്നതിനായി സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. പേ നൗ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്തതിന് ശേഷം ഇമെയിൽ ഐ ഡി അതുപോലെ മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും കൊടുക്കുക. അതിനുശേഷം പേ നൗ ബട്ടൺ ക്ലിക്ക്. അടുത്തതായി പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മെനു ഉപയോഗിച്ച് എങ്ങനെ സപ്ലിമെൻ്ററി അതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് അപേക്ഷ ഒരുമിച്ച് സമർപ്പിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ആദ്യം അപ്ലൈ ഫോർ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ പേര് കാണിക്കും. പ്രോഗ്രാമിൻ്റെ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം എലിജിബിൾ ആയിട്ടുള്ള കോഴ്സുകളുടെ പേപ്പറുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2 പേപ്പറുകൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ്/അപ്ഡേറ്റ് ഫോം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. സബ്മിറ്റഡ് എക്സാം ഫോംസ് എന്ന് പറയുന്ന എക്സാം ഫോം സബ്മിഷൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞാൻ എക്സാം ഫോംസ് ഫോർ സബ്മിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം പ്രോഗ്രാമിൻ്റെ പേര് ഒന്നുകൂടെ സെലക്ട് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഏതൊക്കെ പേപ്പറുകളാണോ സെലക്ട് ചെയ്തത് അതിവിടെ കാണാം. അതിൻ്റെ കൂടെ തന്നെ സപ്ലിമെൻ്ററി പേപ്പറിൻ്റെ പേരും ഇവിടെ കാണാം. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള 3 പേപ്പർ, അതായത് 2 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പേപ്പർ അതുപോലെ സപ്ലിമെൻ്ററിയുടെ പേപ്പർ മൂന്നും സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. പേ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് പേജിൽ ഏത് പേയ്മെൻറ്റ് മെത്തേഡാണോ ഉപയോഗിക്കുന്നത് ആ മെത്തേഡ് സെലക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. നിർബന്ധമായിട്ടും മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇമെയിലായിട്ട് വരില്ല. അപ്പം ദയവായി ഇമെയിൽ ഐ ഡി നിർബന്ധമായിട്ടും കൊടുക്കുക. അതുപോലെ ഫോൺ നമ്പറും കൊടുക്കുക. അതിനുശേഷം പേ നൗ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് 105 അവസാനിക്കുന്ന PRN നമ്പറുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഫീ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതേ വിദ്യാർത്ഥിയുടെ ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കാൻ വേണ്ടി നിർബന്ധമായി ശ്രദ്ധിക്കുക.